നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. മഹാഭാരതം ആദിപർവം 1-ാമത്തെ അധ്യായം വ്യാസോൽപത്തി. മഹാഭാരത കർത്താവായ വേദവ്യാസൻ്റെ അച്ഛൻ പരാശരൻ എന്ന മഹാമുനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനത്തെപ്പറ്റി ഇവിടെ പറയാം. പരാശരൻ വസിഷ്ഠ മഹർഷിയുടെ മൂത്ത പുത്രനായിരുന്നു ശക്തി. അദ്ദേഹവും ഒരു തപോധരനായിരുന്നു. ശക്തി ഒരിക്കൽ കന്മാഷപാതൻ എന്ന രാജാവിനെ നീ മനുഷ്യമാംസം തിന്നുന്ന രാക്ഷസനായി തീരട്ടെ എന്ന് ശപിച്ചു. അത് അവസാനം ശക്തിക്ക് തന്നെ വിനയായി ഭവിച്ചു. വസിഷ്ഠനോട് ഒടുങ്ങാത്ത വിദ്വേഷമുള്ള ആളായിരുന്നു വിശ്വാമിത്ര മഹർഷി. അദ്ദേഹത്തിൻ്റെ പ്രേരണയ്ക്ക് വശംവദനായ കന്മാഷപാതൻ ശക്തിയെ തന്നെ കൊന്നു തിന്നു. പിന്നീട് ശക്തിയുടെ സഹോദരന്മാരെയും വകവരുത്തി. അങ്ങനെ വസിഷ്ഠന് തൻ്റെ പുത്രന്മാരെല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ജീവിതാശ നശിച്ചു. പല പ്രാവശ്യവും ആത്മഹത്യ ചെയ്യാൻ ഒരുമ്പെട്ടു. എന്നാൽ മഹാതാപസിയും ബ്രഹ്മാവിൻ്റെ മാനസപുത്രനുമായ മുനിശ്രേഷ്ഠൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്നും വിട്ടുപോയില്ല. ശക്തിയുടെ ഭാര്യയായിരുന്നു അദുഷ്യന്തി. പുത്രന്മാരുടെ മരണശേഷം ദുഃഖിതനായ വസിഷ്ഠൻ അദുഷ്യന്തിയോടൊപ്പം ആശ്രമത്തിൽ പാർത്തു വന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അശരീരി പോലെ ആരോ വേദാധ്യയനം ചെയ്യുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത് എന്നറിയാൻ അദ്ദേഹം കാതോർത്തു. അപ്പോൾ അദുഷ്യന്തി പറഞ്ഞു, അച്ഛൻ ആശ്ചര്യപ്പെടേണ്ട. അങ്ങയുടെ പുത്രനായ ശക്തിയുടെ സന്താനം എൻ്റെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്നു. ആ ശിശുവിൻ്റെ വേദാധ്യയനമാണ് അങ്ങ് കേട്ടത്. വസിഷ്ഠൻ സന്തോഷിച്ചു. വംശവൃദ്ധിക്കായി ഒരു സന്താനമുണ്ടെന്നറിഞ്ഞ അദ്ദേഹത്തിന് ആശ്വാസമായി. അദുഷ്യന്തി ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. കുട്ടിക്ക് പരാശരൻ എന്ന് പേരിട്ടു. പുത്രശോക നിമിത്തം പരാസുവായ, അതായത് പ്രാണൻ പോയ വസിഷ്ഠനെ സമീപിപ്പിച്ചത് അല്ലെങ്കിൽ നിയന്ത്രിച്ചത് കൊണ്ടാണ് പരാശരൻ എന്ന പേര് നൽകിയത്. പരാശരൻ ജനനസമയത്ത് തന്നെ മഹാപണ്ഡിതനായിരുന്നു. ഋഗ്വേദത്തിലെ പല സൂക്തങ്ങളും പിൽക്കാലത്ത് അദ്ദേഹം രചിക്കുകയുണ്ടായി. ഇനി സത്യവതിയാണ് വേദവ്യാസൻ്റെ മാതാവ്. അവൾ ഒരു മുക്കുവ പ്രമാണിയുടെ വളർത്തുപുത്രിയായി വളർന്നു വന്നതിനാൽ ഒരു മുക്കുവ സ്ത്രീ ആയിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അദ്രിക എന്നൊരു അപ്സര സ്ത്രീയുടെ മകളായിരുന്നു സത്യവതി. ഒരു ബ്രാഹ്മണന്റെ ശാപം കാരണമായി അദ്രിക ഒരു മത്സ്യമായി തീർന്നു. മത്സ്യമായിരിക്കുമ്പോൾ അവൾ ഇരട്ട മനുഷ്യ കുഞ്ഞുങ്ങളെ പ്രസവിക്കുമെന്നും അപ്പോൾ ശാപമോക്ഷം ലഭിക്കുമെന്നും അവളെ ശപിച്ച ബ്രാഹ്മണൻ അവളോട് പറഞ്ഞിരുന്നു. അദ്രിക യമുനയിൽ മത്സ്യമായി വളർന്നു വരവേ ഗർഭിണിയായി. ഒരു മുക്കുവൻ വീശിയ വലയിൽ അവൾ അകപ്പെട്ടു. അസാമാന്യമായി വീർത്തിരുന്ന മത്സ്യത്തിൻ്റെ വയർ കീറിയപ്പോൾ അതിൽ 2 മനുഷ്യ കുഞ്ഞുങ്ങളെയാണ് മുക്കുവൻ കണ്ടത്. ഒന്നാണും മറ്റേത് പെണ്ണും. മത്സ്യത്തിൻ്റെ വയറ്റിൽ മനുഷ്യ കുഞ്ഞുങ്ങളെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. മുക്കുവൻ പരിഭ്രാന്തനായി. കുഞ്ഞുങ്ങളെ ഇരുവരെയും അവൻ ചേതി രാജാവിൻ്റെ മുമ്പാകെ കാഴ്ചവെച്ചു. രാജാവിൻ്റെ മുമ്പാകെ കാഴ്ചവെക്കപ്പെട്ട കുഞ്ഞുങ്ങളിൽ ആണിനെ രാജാവ് സ്വീകരിച്ച് കൊട്ടാരത്തിൽ വളർത്തി. ആ കുട്ടി പിൽക്കാലത്ത് മത്സ്യരാജാവ് എന്ന പേരിൽ വളരെ പ്രസിദ്ധനായി. പെൺകുട്ടിയെ രാജാവ് മുക്കുവന് തന്നെ നൽകി. അവൻ അവളെ സ്വന്തം പുത്രിയെ എന്ന പോലെ വളർത്തി. അവൾക്ക് അയാൾ കാളി എന്ന് പേരിട്ടു. കാളിയുടെ ശരീരത്തിന് എപ്പോഴും മത്സ്യത്തിൻ്റെ ഗന്ധമുണ്ടായിരുന്നതുകൊണ്ട് അവൾ മത്സ്യഗന്ധി എന്ന പേരിലും അറിയപ്പെട്ടു. കാളി വളർന്ന് ലാവണ്യവതിയായ ഒരു യുവതിയായി. സൗന്ദര്യവും സൗശീല്യവും ഒരുപോലെ അവളിൽ കളിയാടിയിരുന്നു. കാളിക്ക് സത്യവതി എന്ന് മറ്റൊരു പേരുകൂടി ഉണ്ടായിരുന്നു. ഇനി വേദവ്യാസൻ. മത്സ്യം പിടിക്കുന്നതിന് പുറമെ യമുനാ നദിയിൽ കടത്തുവഞ്ചിയിൽ ആളുകളെ കടത്തുന്ന ജോലി കൂടി മുക്കുവൻ ചെയ്തിരുന്നു. സത്യവതി വളർത്തച്ഛനെ ഇക്കാര്യത്തിൽ സഹായിച്ചു പോന്നു. പല ദിക്കുകളിലും സഞ്ചരിച്ച് തീർത്ഥാടനം നടത്തുന്നതിനിടയിൽ ഒരു ദിവസം പരാശര മഹർഷി അതുവഴി വന്നു. അന്നേ ദിവസം തോണി കടത്തുന്ന ജോലി നിർവഹിച്ചിരുന്നത് സത്യവതി ആയിരുന്നു. പരാശരൻ തോണിയിൽ കയറി. സത്യവതി മറുകരയിലേക്ക് തോണി തുഴഞ്ഞു. സിദ്ധന്മാരുടെ മനസ്സിനെ പോലും ഇളക്കിമറിക്കാൻ കഴിയുന്ന ചേതോഹാരിണിയായ സത്യവതിയിൽ പരാശരൻ ആകൃഷ്ടനായി. ദിവ്യദൃഷ്ടി കൊണ്ട് അവൾ ഉപരിചര വസു എന്ന രാജർഷിക്ക് അദ്രിക എന്ന അപ്സര സ്ത്രീയിൽ ഉണ്ടായ പുത്രിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ധീമാനും വിവേകിയുമായ ഋഷീശ്വരൻ വേദവ്യാസനെ ലോകത്തിന് സംഭാവന ചെയ്യാനുള്ള ഒരു ഉത്തമ ഉപകരണമായി സത്യവതിയെ കണ്ടു. വഞ്ചി നദിയുടെ മധ്യത്തിലെത്തിയപ്പോൾ വികാരവിവശനായി പരാശരൻ സത്യവതിയോട് പ്രണയാഭ്യർത്ഥന നടത്തി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ സുന്ദരി, നീ അടുത്തു വന്ന് എന്നെ ആലിംഗനം ചെയ്താലും. സത്യവതി ലജ്ജിച്ചു. അവൾ മഹർഷിയോട് ചോദിച്ചു, ഭഗവാനെ, അങ്ങ് എന്താണ് ഈ പറയുന്നത്? നദിയുടെ ഇരുകരയിലും കുളിച്ചുകൊണ്ട് നിൽക്കുന്ന മുനിമാരെ അങ്ങ് കാണുന്നില്ലേ? അവരുടെ മുമ്പിൽ വെച്ച് ഈ പട്ടാപ്പകൽ നാം ക്രീഡിച്ചാൽ അവർ കാണുകയില്ലേ? അത് കുറച്ചിലല്ലേ?
സത്യവതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്നോണം പരാശരൻ തൻ്റെ തപശക്തി കൊണ്ട് അവരുടെ ചുറ്റും ഇരുട്ടാകത്തക്കവണ്ണം മൂടൻ മഞ്ഞിൻ്റെ പടലമുയർത്തി ഒരു മറ സൃഷ്ടിച്ചു. ഇത് കണ്ടപ്പോൾ സത്യവതി വിസ്മയിച്ചു. അവൾക്ക് മഹർഷിയോട് ആദരവും അദ്ദേഹത്തിൻ്റെ തപശക്തിയിൽ അപാരമായ വിശ്വാസവും ഉണ്ടായി. അവൾ സ്നേഹാദരപൂർവ്വം പറഞ്ഞു, എൻ്റെ അച്ഛൻ്റെ സംരക്ഷണത്തിൽ വളർന്നു വരുന്ന ഞാൻ കന്യകയാണ്. എൻ്റെ കന്യകാത്വം നഷ്ടപ്പെട്ടാൽ ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ പോകും? എന്നാൽ അങ്ങയുടെ കൽപ്പനയെ നിരസിക്കാനും എനിക്ക് കഴിയുന്നില്ല. ഞാൻ എന്താണ് വേണ്ടതെന്ന് അങ്ങ് തന്നെ നിശ്ചയിച്ചാലും. പരാശരൻ അവളിൽ പ്രീതനായി. തൻ്റെ അഭീഷ്ടം നടപ്പാക്കി കൊടുത്താലും അവൾക്ക് കന്യകാത്വം നഷ്ടപ്പെടുകയില്ല എന്ന് അദ്ദേഹം ഉറപ്പുകൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള വരം എന്താണെന്ന് പറയുക, ഞാനത് സാധിച്ചു തരാം. ഭഗവാനെ, എൻ്റെ ശരീരത്തിന് ഇപ്പോഴുള്ള മത്സ്യഗന്ധം മാറി ഞാൻ സുഗന്ധിയാവണം, സത്യവതി ആവശ്യപ്പെട്ടു. പരാശരൻ അവളുടെ അഭീഷ്ടസിദ്ധി കൈവരുത്തി. അവളുടെ ശരീരത്തിൻ്റെ മത്സ്യഗന്ധം ഇല്ലാതെയായി. ശരീരത്തിൽ നിന്നും കസ്തൂരിയുടെ ഗന്ധം അവിടെയെല്ലാം വ്യാപിച്ചു. സത്യവതി വളരെയധികം ആഹ്ലാദിച്ചു. മഹർഷി നദീമധ്യത്തിൽ കൃത്രിമമായി ഒരു ദ്വീപ് നിർമ്മിച്ച് അദ്ദേഹവും സത്യവതിയും ദ്വീപിൽ ഇറങ്ങി ആനന്ദ തുന്തിലരായി പ്രേമലീലകൾ ആടി. സത്യവതി ഗർഭിണിയായി. അപ്പോൾ പരാശരൻ അവളോട് പറഞ്ഞു, പ്രിയേ, നീ ഒട്ടും ഭയപ്പെടേണ്ട. ഈ ശിശുവിനെ പ്രസവിച്ചു കഴിഞ്ഞാലും നീ കന്യക ആയിട്ടിരിക്കും. വിഷ്ണുവിൻ്റെ അംശമായി, പരിശുദ്ധനായി, അതിവിദ്വാനായി, ലോകാചാര്യനായി ഒരു പുത്രൻ നിനക്ക് ജനിക്കും. ഇപ്രകാരം അനുഗ്രഹിച്ചിട്ട് പരാശരൻ ദ്വീപിൽ നിന്നും മറഞ്ഞു. സത്യവതിയുടെ ഗർഭം ഉടൻ തന്നെ പൂർത്തിയായി. അവൾ ഒരു കുമാരനെ പ്രസവിച്ചു. കുഞ്ഞിൻ്റെ നിറം കൃഷ്ണ, അതായത് കറുപ്പ് വർണ്ണമായിരുന്നതുകൊണ്ട് അവന് കൃഷ്ണൻ എന്നു പേരിട്ടു. ജനനം ഒരു ദ്വീപിലായിരുന്നതിനാൽ ദ്വൈപായനൻ എന്നും പേരുണ്ടായി. ജനിച്ച ഉടനെ തന്നെ ആ ശിശു വളർന്ന് യോഗനിഷ്ഠനായിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു, അമ്മ എന്നെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കണ്ട. അമ്മ മടങ്ങിപ്പോയിക്കൊള്ളുക. ഞാൻ തപസ്സിനായി പോവുകയാണ്. അമ്മയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുകയാണെങ്കിൽ എന്നെ സ്മരിച്ചാൽ മതി. ഞാൻ തൽക്ഷണം അമ്മയുടെ മുമ്പാകെ എത്തിക്കൊള്ളാം. അമ്മയ്ക്ക് മംഗളം നേർന്നുകൊണ്ട് ദ്വൈപായനൻ അവിടം വിട്ടു. സത്യവതിക്ക് എല്ലാം ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. എങ്കിലും ഇക്കിളിപ്പെടുത്തുന്ന 100 മധുരസ്മരണകളോടെ അവൾ ദ്വീപിൽ നിന്നും സ്വന്തം ഗ്രഹത്തിലേക്ക് മടങ്ങി. ജനനസമയത്ത് തന്നെ സ്വന്തം ഇഷ്ടം പോലെ വളർന്ന് യുവാവായ കൃഷ്ണദ്വൈപായനൻ മാതാവിനോട് യാത്ര പറഞ്ഞു. പിരിഞ്ഞതിന് ശേഷം വനാന്തരങ്ങളിൽ തപസ് ചെയ്തു. ശ്രേഷ്ഠന്മാരായ മഹർഷിമാരിൽ നിന്ന് വേദങ്ങളും ശാസ്ത്രങ്ങളും അഭ്യസിച്ചു. അതിനുശേഷം ഹിമാലയത്തിൻ്റെ സാനുക്കളിൽ കൂടി ഒഴുകുന്ന സരസ്വതി എന്ന ചെറിയ നദീതീരത്തുള്ള ശമ്യാപ്രാസം എന്ന സ്ഥലത്ത് ഒരു പുണ്യാശ്രമം ചവച്ച് അവിടെ താമസമാക്കി. ബാക്കി ഭാഗങ്ങൾ നാളെ നോക്കാം. എല്ലാവർക്കും നമസ്കാരം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീലളിതാംബികായേതി സമർപ്പയാമി.